നമ്മൾ സഖാവ് വെളിയം ഭാർഗവൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഇന്ന് വീണ്ടും പ്രതിജ്ഞ പുതുക്കുകയാണ്. സഖാവ് വെളിയം ഭാർഗവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്, ഇടതുപക്ഷ ശക്തികൾക്കാകെ തന്നെയും എത്രമാത്രം വിലപ്പെട്ട വഴി കാണിച്ച നേതാവാണെന്ന് ഓരോ ദിവസവും നമ്മൾ ഓർക്കാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ സ്മരണ ഒരിക്കലും മങ്ങാത്ത ഒരു ദീപസ്തംഭമാണ്. ആ വെളിച്ചമേറ്റുവാങ്ങിയാണ് ദശാബ്ദങ്ങളായി ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ സമരബോധത്തിൻ്റെയും സമര പ്രവർത്തനത്തിൻ്റെയും പാതയിൽ സ്വന്തം പങ്ക് നിറവേറ്റുവാൻ ശ്രമിച്ചു പോകുന്നത്. സഖാവ് വെളിയം ഒരു വലിയ വഴികാട്ടിയാണെന്ന് നാം വീണ്ടും ഇന്ന് ആവർത്തിച്ച് നമ്മോട് തന്നെ പറയും. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വലിയ പാഠം തന്നെയാണ്. വെളിയത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആ വിദ്യാർത്ഥി എന്നും അന്വേഷണശാലിയായിരുന്നു. നന്നായി പഠിക്കാനും അപ്പുറത്തേക്ക് ചിന്തിക്കാനും ആ ചിന്തകളെ അന്വേഷണങ്ങളുടെ ആയുധമാക്കി മാറ്റാനും എല്ലാം ശ്രമിച്ച യുവാവായിരുന്നു അദ്ദേഹം ആദ്യകാലം തന്നെ. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ചിന്ത പോയത് ആധ്യാത്മികതയിലേക്കാണ്. ആധ്യാത്മിക അന്വേഷണങ്ങൾ ഭാർഗവനാശാനെ എത്തിച്ചത് സന്യാസത്തിലേക്കായിരുന്നു. സന്യാസത്തിൻ്റെ ആ പാതയിൽ സഞ്ചരിച്ച് അദ്ദേഹത്തിന് അതിൻ്റെ പൊള്ളത്തരം ബോധ്യപ്പെടുകയും അതല്ല താൻ തേടിയ വഴിയെന്നും അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്തു. നേതി എന്ന വാക്ക് ഞാൻ പെട്ടെന്ന് ഓർത്തു പോകുന്നു. നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം പലപ്പോഴും നമ്മളത് കേട്ട പദമാണത്. നേതി എന്ന വാക്കിൻ്റെ അർത്ഥം അല്ല എന്നാണ്. അതാണ് വെളിയം ഭാർഗവനും അദ്ദേഹത്തെ പോലെയുള്ള ഒരുപാട് പിൽക്കാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും സന്യാസ വഴിവിട്ട് വിപ്ലവപാതയിലേക്ക് എത്തുവാൻ പ്രേരിപ്പിച്ച മൗലികമായ ചിന്തയുടെ അടിസ്ഥാനം. അവർക്കും തോന്നി അവർ തേടിയത് ഇതല്ല എന്ന്. പക്ഷേ ആ അന്വേഷണ പരമ്പരയിൽ ഒരുപാട് വായിക്കാൻ, ഒരുപാട് പഠിക്കാൻ, ഒരുപാട് ചിന്തിക്കാൻ എല്ലാം അവർ കാണിച്ച ആ ഒരു ശുഷ്കാന്തി നമുക്ക് ഓർക്കേണ്ടതുണ്ട്. എന്തായാലും ആ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പിന്നെ എത്തിയത് വിപ്ലവ രാഷ്ട്രീയത്തിൻ്റെ പാതയിലേക്കാണ്. പ്രായം കുറച്ചായിട്ടാണെങ്കിലും അദ്ദേഹം വിദ്യാഭ്യാസം തുടരുവാൻ വേണ്ടി കോളേജിലെത്തി. കൊല്ലം കോളേജ് വെളിയം ഭാർഗവൻ്റെ വിപ്ലവ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ ഘട്ടകമായി മാറി. അതിൻ്റെ കളരിയായിട്ട് അദ്ദേഹം കോളേജിനെ മാറ്റി. വിദ്യാർത്ഥി പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ അദ്ദേഹം അവിടെ ത്യാഗപൂർണ്ണമായി പ്രവർത്തിച്ചു. ആ പ്രവർത്തനങ്ങൾ ആ തലമുറയിലെ മറ്റു പലരെയും പോലെ തന്നെ സഖാവ് വെളിയത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിശിരാർന്ന പ്രവർത്തകനാക്കി മാറ്റി. അദ്ദേഹം ഇടപെട്ട എല്ലാ രംഗത്തും ഒന്നാന്തരമായി ഉറച്ചു നിന്ന് പോരാളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ അനുഷ്ഠിക്കേണ്ട എല്ലാ സഹനങ്ങളും എല്ലാ ത്യാഗങ്ങളും സഖാവ് വെളിയം യുവാവായിരിക്കെ സ്വയം ഏറ്റെടുത്തു. 53 ട്രാൻസ്പോർട്ട് സമരം മറക്കാവുന്ന ഒന്നല്ല. അന്ന് ട്രാൻസ്പോർട്ട് തൊഴിലാളികളെ, ആ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാനായി ശ്രമിച്ച മർദ്ദ ഗവൺമെൻറ്റിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു, ആ തൊഴിലാളികൾ ഒറ്റയ്ക്കല്ല, അവരുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സമരം ഏറ്റെടുത്തു. 53 കാര്യം പറയുകയാണ്. കമ്മ്യൂണിസ്റ്റ് വളണ്ടിയർമാർ കരിങ്കാലി വണ്ടികൾ പിക്കറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും രംഗത്തിറങ്ങാൻ പാർട്ടി ആഹ്വാനം ചെയ്തു. എല്ലാ സ്ഥലങ്ങളിലും ആ വോളണ്ടിയേഴ്സിനെ അന്നത്തെ കോൺഗ്രസ് നയിച്ച മർദ്ദ ഗവൺമെൻറ് ഭീകരമായി മർദ്ദിച്ചു. കൊട്ടാരക്കരയിൽ ബസ്സുകൾ പിക്കറ്റ് ചെയ്യാൻ വേണ്ടി പോയ വോളണ്ടിയർ സംഘത്തിൻ്റെ നേതാവ് സഖാവ് വെളിയമായിരുന്നു. അന്നത്തെ മർദ്ദ വിരമ്പരായ പോലീസുകാർ ഇൻസ്പെക്ടർ
അയാളുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, പറയുന്നില്ല. അത്തരം ആളുകളുടെ എല്ലാം മുൻകൈയിൽ അദ്ദേഹത്തെ പിടികൂടി ലോക്കപ്പിൽ വെച്ച് ഭീകരമായിട്ട് ബന്ധിച്ചു. വെളിയത്തിൻ്റെ മീശയിലെ രോമങ്ങൾ ഓരോന്നോരോന്നായി പിഴുതെടുത്തു. അദ്ദേഹം പക്ഷേ കുലുങ്ങിയില്ല, പതറിപ്പോയില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തീവ്രമായ സമരബോധത്തോടു കൂടി അദ്ദേഹം ഉറച്ചു നിന്നു എന്നാണ് അന്നത്തെ മർദ്ദനത്തിൻ്റെ സാക്ഷികളായ സഖാക്കൾ പലരും പറഞ്ഞ് നമ്മളെല്ലാം പിന്നെ കേട്ടതും വായിച്ചതും. അതാണ് വെളിയം ഭാർഗവൻ. അസാമാന്യമായ ധീരത, പോരാട്ടത്തിൻ്റെ രംഗത്ത് വിശുരാർന്ന ഒരു മുൻകൈ പ്രവർത്തനം. ചുറ്റുമുള്ള എല്ലാവരെയും അദ്ദേഹം ആവേശം കൊള്ളിക്കും, ബഹുമാനം കൊള്ളിക്കും. അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ മന്ത്രം തന്നെ സമരമെന്നായിരുന്നു. വിദ്യാർത്ഥി യുവജന രംഗത്ത് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന കാലത്ത് ഞങ്ങളുടെ എല്ലാം പാർട്ടികളുടെ ഭാഗത്തു നിന്ന് അദ്ദേഹം കാണിച്ചിട്ടുള്ള സ്നേഹവും വാത്സല്യവും ഓർത്തു പോകുന്നുണ്ട് ഞാൻ. അന്നെല്ലാം അദ്ദേഹം പറഞ്ഞത് സമരങ്ങളെ പറ്റിയായിരുന്നു. അനീതിക്കെതിരായ സമരം, മനുഷ്യന് വേണ്ടിയുള്ള സമരം, ശരിക്ക് വേണ്ടിയുള്ള പോരാട്ടം. ആ പോരാട്ടങ്ങളിൽ മുന്നോട്ട് കുതിക്കണം. ഇതാണ് എല്ലാ മീറ്റിങ്ങുകളിലും അദ്ദേഹം അന്ന് പറയുമായിരുന്നത്. അത് കേട്ടാണ് ഞങ്ങളെല്ലാം സമരരംഗത്ത് കാണിച്ച എല്ലാ ഉറപ്പിൻ്റെയും കാതലായിട്ട് മാറിയത് എന്ന കാര്യം ഞാൻ ഇവിടെ ആദരവോടെ ഓർക്കുകയാണ്. ആ സമരബോധമാണ് വെളിയം ഭാർഗവൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയായി നമ്മളെല്ലാം ഓർക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് സമര സന്നദ്ധത, സമരശേഷി അത് പ്രധാനമാണെന്ന് അദ്ദേഹം എന്നും കരുതി. സമരം ചെയ്യാൻ കൂട്ടാക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിന് വിശ്വാസമില്ലായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നാട് പ്രതീക്ഷിക്കുന്ന കടമകൾ പൂർത്തിയാക്കാൻ പരാജയപ്പെടുമെന്ന് അദ്ദേഹത്തിന് എപ്പോഴും ഒരു നിലപാടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിനകത്ത് പഠനമെന്ന കാര്യത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹം എന്നും പറഞ്ഞു. സ്വയം പഠിച്ചു, അദ്ദേഹം പഠിപ്പിച്ചു. ഭാരതീയ ദർശനത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെയും അതിൻ്റെ പഠനത്തിൻ്റെയും രംഗത്ത് വെളിയത്തിൻ്റെ സംഭാവന മൗലികമാണ്. അദ്ദേഹം ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഭാരതീയ ചിന്തകളെപ്പറ്റി. അതിന് മാർക്സിസ്റ്റ് കണ്ണോടുകൂടി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ആത്മീയവാദവും ഭൗതികവാദവും വഴിപിരിയുമ്പോൾ ഭൗതികവാദത്തിൻ്റെ ശക്തി ആത്മീയവാദത്തേക്കാൾ മുന്തിയതാണെന്ന് അദ്ദേഹത്തിന് പറയുവാൻ എന്നും വേണ്ടതായ എല്ലാ കരുക്കളും ഉണ്ടായിരുന്നു. അതൊരു വശത്ത്. അതോടൊപ്പം അദ്ദേഹം ധനശാസ്ത്രത്തെ ഗൗരവമായി കണ്ടു. രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം സാമ്പത്തിക ബന്ധമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ധനശാസ്ത്രത്തെ രാഷ്ട്രീയ പ്രവർത്തനമായി കണ്ടുകൊണ്ടാണ് വെളിയം സമീപിച്ചത്. അദ്ദേഹം ഇന്ത്യയുടെ ധനശാസ്ത്ര പ്രശ്നങ്ങളെ ലോക സമ്പദ്ഘടനയുടെ സങ്കീർണതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠിക്കുവാനും മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കാനും കാണിച്ച അസാധാരണമായ പാഠവം ഒരുപക്ഷെ അക്കാദമിക് പണ്ഡിതന്മാരെ പോലും അത്ഭുതപ്പെടുത്തിയേക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അദ്ദേഹം സ്ഥിരമായി പറഞ്ഞു പോകുന്ന ആ ഒരു നിർദ്ദേശമോ ആഹ്വാനമോ നമുക്കെന്നും വിലപ്പെട്ട ഒന്നാണ്. അത് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം എന്ന പ്രശ്നമല്ല, അതൊരു ആഹ്വാനമാണ്, സാധ്യതയാണ്, കടമയാണ്, അതൊരു മാറ്റിവെക്കാനാകാത്ത കർത്തവ്യമാണ്. വിപ്ലവ മൂല്യബോധം, കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം. പാർട്ടി കമ്മിറ്റികളിലും പാർട്ടി പ്രവർത്തകരെ കാണുമ്പോഴൊക്കെയും അദ്ദേഹത്തിൻ്റെ ഏത് സംഭാഷണത്തിലും വെളിയം ഊന്നി പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ മുറുകെ പിടിക്കണം. പ്രത്യേകിച്ചും ഈ ബൂർഷ്വാ സമൂഹത്തിൻ്റെ ജീവിതാവസ്ഥകളിൽ എല്ലാത്തിനേക്കാളും വലുത് പണമാണെന്ന് പഠിപ്പിക്കുന്ന ബൂർഷ്വാ ആശയങ്ങൾ സമൂഹ ചിന്തകളെ മുഴുവനും സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം എന്തെല്ലാം കാരണത്താൽ പ്രധാനമാണെന്ന് സഖാവ് വെളിയം എപ്പോഴും നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി കാണിച്ച ആ ഒരു ജാഗ്രത നമ്മുടെ ഒരു വലിയ സമ്പത്തായി കാണണം. വാസ്തവത്തിൽ സഖാക്കളെ അതാണ് ഒസ്യത്ത്. ആ ഒസ്യത്തിനെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തിൻ്റെ ഭടന്മാരെ നമുക്ക് മാറേണ്ടതുണ്ട്. ഇന്നത്തെ സാഹചര്യങ്ങളിൽ തീവ്ര വലതുപക്ഷത്തെ ശക്തികൾ എല്ലാ രംഗത്തും അതിൻ്റെ ഫാസിസ്റ്റ് വിപത്തിൻ്റെ ഇരുട്ട് നിരത്താൻ ശ്രമിക്കുമ്പോൾ ആ ഇരുട്ടിനെ ആക്രമിക്കുവാനും തോൽപ്പിക്കുന്ന സമരത്തിൽ നമ്മുടെ പക്കലുള്ളത് നീതിബോധമാണ്, പ്രത്യയശാസ്ത്രമാണ്, അതിൻ്റെ പ്രതിബദ്ധതയാണ്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ള ഒന്നാണ് നാം സ്വയം ആർജിക്കേണ്ടുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമെന്നും നമുക്കറിയാൻ കഴിയണം. വെളിയത്ത് ഓർക്കുമ്പോൾ ആ സ്മരണയുടെ
പാത പിൻപറ്റിക്കൊണ്ട് നാം മുന്നോട്ട് കുതിക്കുമെന്ന് പറയുമ്പോൾ മുഖ്യമായ കർത്തവ്യമായി എനിക്ക് പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമെന്ന വെളിയം പഠിപ്പിച്ച ആ പാഠം അത് നമ്മൾ നമ്മുടെ വഴികാട്ടിയായി ഇന്നും നാളെയും കതികത്തോടെ ചേർത്ത് പിടിക്കുമെന്ന് നാം തീരുമാനിക്കണം. അത് അദ്ദേഹത്തിൻ്റെ സ്മരണയോടുള്ള നമ്മുടെ കടപ്പാടായി, നമ്മുടെ പ്രഖ്യാപനമായി, പ്രതിജ്ഞയായി നമുക്കെല്ലാം ഏറ്റുപറയാം. വെളിയം പാർക്കുവേണ്ട സ്മരണ നമ്മുടെ കൂടെ എല്ലാ കാലവും ഉണ്ടാകും. ആ സ്മരണ വഴിതെറ്റിപ്പോകാത്ത കമ്മ്യൂണിസ്റ്റായി ജീവിക്കുവാൻ നമുക്ക് എന്നും വെളിച്ചം തരും. സഖാവ് വെളിയം അനശ്വരനാണ്. ആ സ്നേഹം, ആ വാത്സല്യം, ആ സമരബോധം അതെല്ലാം നമ്മുടെ എല്ലാ ഓർമ്മകളിൽ മാഞ്ഞുപോകാത്ത ചൈതന്യമായി എന്നും നിലകൊള്ളും.